ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ വ്യാഴവും 7ാം ഭാവത്തിൽ ശനിയും 8ാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാകും അനുഭവത്തിൽ വരിക. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനാഗമത്തിന് തടസ്സങ്ങൾ നേരിടുകയില്ല. ഭൂമി, ഗ്രഹം ഇവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും. വാഹനയോഗം പ്രതീക്ഷിക്കാം. അവശ്യഘട്ടങ്ങളിൽ സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. വ്യാപാര രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ആരോഗ്യം മധ്യമമായി അനുഭവപ്പെടും. പലപ്പോഴും ക്രോധം നിയന്ത്രിക്കാനായി എന്ന് വരികയില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ജീവിതാസ്വാദനത്തിന് തടസ്സമുണ്ടാവുകയില്ല.